ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യം ഇന്ന് നടത്താനായിട്ട് പോവുകയാണ്. ഈ ഒത്തിരി ആഗ്രഹിച്ച കാര്യം നടത്താനായിട്ട് പോകുമ്പോൾ എന്താ ഈ ചറബറ ലുക്കിലെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഞാൻ ഇന്ന് തല കുളിച്ചിട്ടില്ല. ഇന്നൊരു ഹെയർ കട്ടിനായിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ തല കുളിച്ചില്ല. അവിടെ നിന്ന് ഹെയർ വാഷ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തല മാത്രം നനച്ചില്ല. അതുകൊണ്ടാണ് ഇന്നൊരു ചറബറ ലുക്കിൽ കേട്ടോ. എല്ലാവരും അതൊന്ന് എക്സ്ക്യൂസ് ചെയ്ത് വിടുക. നമ്മൾ ഒറ്റപ്പാലത്തോട്ടാണ് കേട്ടോ പോകുന്നത്. ഒറ്റപ്പാലത്തുള്ള കെല്ല് പറഞ്ഞ ഒരു ബ്യൂട്ടി സ്പാ ആൻഡ് സലൂണിലോട്ടാണ് പോകുന്നത്. ഒറ്റപ്പാലത്ത് മാത്രമല്ല, പാലക്കാട് ചന്ദ്രനഗറും ഇപ്പോൾ പുതുതായിട്ട് താരേക്കാട് കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. അടിപൊളി സലൂണാണ്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് മോഹിച്ചാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. സാധാരണ എനിക്ക് എവിടെ നിന്നും ഹെയർ കട്ട് ചെയ്താലും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടാറില്ല കേട്ടോ. എന്തെങ്കിലും ഒരു കുറ്റം ഞാൻ അതൊന്നും കണ്ടുപിടിക്കാറുണ്ട്. പക്ഷേ എനിക്ക് കെല്ലിൽ പോയി ഹെയർ കട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അതിലുപരി ഞാനൊരു നല്ലൊരു മേക്ക് ഓവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ പോകാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതേ കണ്ണേണ്ണ ഡ്രൈവ് ചെയ്യുന്ന അതും എൻ്റെ മടിയിൽ തന്നെ ഉണ്ട്. അവൻ ഇന്ന് കുറച്ച് ജാടയിലൊക്കെ കേട്ടോ. 2-3 ദിവസമായിട്ട് നല്ല മഴയൊക്കെയാണ്. രാവിലെ ഞാനൊരു 8:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 9 മണിക്കാണ് ഞാൻ അവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ റോഡിലൊക്കെ. ഇപ്പോൾ നിയന്ത്രണങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കിയ സ്ഥിതിക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ ഒരു സലൂണിനെ പറ്റിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടേക്ക് പോകുന്നത്. മറ്റൊരു കാര്യം, യൂണിസെക്സ് ആണ്. ലേഡീസിന് മാത്രമല്ല ജെൻസിനും കൂടെ ഉള്ളൊരു സലൂണാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. നമ്മളിപ്പോൾ പാലപ്പുറം എത്തിയിട്ടുണ്ട്. പാലപ്പുറം ചെനക്കത്തൂർക്കാവ് പൂരങ്ങൾ നല്ല പ്രശസ്തമായൊരു കാവാണ്. ചെനക്കത്തൂർ കാവാണ് ഇത്. അതിൻ്റെ മൈതാനമാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം എത്താറായിട്ടുണ്ട് കേട്ടോ. 8:30ക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 9 മണിക്കാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അപ്പോയിൻമെൻറ്റ്. അപ്പോൾ 9 മണിക്ക് കറക്റ്റ് അവിടെ എത്തി. ഞാൻ എത്തിയതും അവർ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മോനുള്ളത് കാരണം ഫസ്റ്റ് ഞാൻ തന്നെ പോകാമെന്നുള്ള രീതിയിലാട്ടോ രാവിലെ തന്നെ ഇറങ്ങി തിരിച്ചത്. പിന്നെ മോനെ ഞാൻ പുറത്തൊന്നും ഇറക്കിയിട്ടില്ല. കണ്ണനും മോനും കൂടെ വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു ചെയ്തത്. ഈ റൈറ്റ് സൈഡ് കാണുന്ന നമ്മുടെ ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്റർ ആട്ടോ. ലക്ഷ്മി തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ സലൂൺ. ബാങ്കിൻ്റെ സൈഡിൽ കൂടെ നോക്കിയാൽ നമുക്ക് കാണാം റൈറ്റ് സൈഡ് കെൽ. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പ്രയാസമില്ല കേട്ടോ. അതിനടുത്ത് തന്നെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി പാർക്കിങ്ങിനെ കുറിച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നത്. ഞാനൊരു ഫുൾ സ്ലീവ് ഹൈനെക്ക് ടീഷർട്ടായിരുന്നു ഇട്ടത്. അതിനൊപ്പം തന്നെ ഒരു ബ്ലാക്ക് പലാസ. വേറെ ഒരു മേക്കപ്പൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു മാറ്റ് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാസ്ക് കാരണം അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇതാണ് എൻട്രി കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് ഡോറുള്ളത്. അപ്പോൾ മുകളിലാണ് കേട്ടോ നമ്മുടെ ഈ സലൂണ്. ഡോറ് തുറന്ന് അകത്ത് കയറിയതും മുകളിലോട്ട് സ്റ്റെയർ ഉണ്ട്. അതേ ഞാൻ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഓഫ് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ ഹെയർ വാഷിൻ്റെ ടൈമിലാട്ടോ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് എടുക്കാനായിട്ട് തുടങ്ങി. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ അവരുടെ സർവീസ് കേട്ടോ. ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ അവർ അകത്തേക്ക് വിളിച്ചു, ഹെയർ വാഷ് ചെയ്യിച്ചു. അതിനുശേഷം ഹെയർ കട്ട് പെട്ടെന്നായിരുന്നു കേട്ടോ. എല്ലാം ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഫോണ് മോൻ എറിഞ്ഞ് ഡിസ്പ്ലേ ഒക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് കൂടെയാണ് കേട്ടോ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോണിൽ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് ആ ഡിസ്പ്ലേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ പൗച്ചും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഫോണിൽ കാണുന്ന ആ റബ്ബർ ബാൻഡ് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ആ ചേച്ചി എന്നോട് മുടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഏത് ഹെയർ കട്ട് വേണം എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഒന്നും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ചേച്ചിയോട് പറഞ്ഞു എൻ്റെ മുടി വോളിയം തോന്നിക്കുന്ന വിധത്തിൽ കുറച്ച് കയറിയാലും നല്ല വോളിയം തോന്നിക്കുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് മുടിയുടെ ലെങ്ത്തൊക്കെ ചോദിച്ചു. ആ മുടിക്ക് സ്പ്ലിറ്റ് എൻഡ്സ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കാണിച്ചു തന്നു. സ്പ്ലിറ്റ് എൻഡ്സ് മുഴുവനായിട്ട് പോകുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തത്. ഞാൻ ലെങ്ത്തിൻ്റെ കാര്യമൊന്നും ആലോചിച്ചില്ല. എനിക്ക് മുടി ഹെൽത്തി ആയിട്ട് കാണണം, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഒത്തിരി നീളമുണ്ട്, പക്ഷേ മുടി കാണാൻ ഒരു ഭംഗിയില്ല, അല്ലെങ്കിൽ മുടി ഹെൽത്തി ഇല്ല, അതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഉള്ള മുടി കുറച്ച് കയറിയല്ലോ, നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിക്ക് ഇരിക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു മൈൻഡ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കയറിയാലും നല്ല ഭംഗിക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്
കട്ട് ചെയ്തോളാൻ പറഞ്ഞ്. അപ്പോൾ അതൊരു ഫെദർ ടൈപ്പ് കട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ബോൺസ് ആയിട്ട് തോന്നുന്ന വിധത്തിലുള്ളൊരു കട്ടാണ് ചേച്ചി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എവിടെ പോയാലും എനിക്ക് എൻ്റെ ഫേസിൽ അത്രയ്ക്ക് മാറ്റമൊന്നും തോന്നില്ല. അല്ലെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഒരു ഇഷ്ടം എന്ന രീതിയിലൊന്നും എവിടെ ഹെയർ കട്ട് ചെയ്താലും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. പക്ഷേ ഇവിടെ പോയപ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ഫോട്ടോസ് കണ്ടാൽ നമ്മൾ പിന്നെ ഒന്നും ആലോചിക്കില്ല, അങ്ങ് പോയി കളയും. അത്രയ്ക്ക് നല്ല നല്ല വർക്കാട്ടോ അവർ ചെയ്യുന്നത്. വളരെ നല്ല രീതിയിലാണ് അവർ ഓരോ മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന്. എന്നാലും എൻ്റെ ഫേസിന് അത്രയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഹെയർ മാറിയിരിക്കും, പക്ഷേ ഫേസിന് അത്രത്തോളം മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഓരോ സ്റ്റെപ്പ് കഴിയും തോറും എനിക്ക് കുറച്ച് മാറ്റങ്ങൾ നല്ല രീതിയിൽ അനുഭവപ്പെടാൻ തുടങ്ങി കേട്ടോ. ഹെയറിൻ്റെ ഒരു രീതിയായാലും ഫേസിനായാലും കുറച്ച് മാറ്റമൊക്കെ വരുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഈ വർക്ക് കഴിഞ്ഞ് മാസ്ക് മാറ്റിയപ്പോഴാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അത് ഞാൻ തന്നെയാണോ. എനിക്ക് അത്രത്തോളം ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഇങ്ങനെ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ടോട്ടൽ എൻ്റെ ഹെയർ സ്റ്റൈൽ മാറിയപ്പോൾ ടോട്ടൽ എൻ്റെ ഫേസും എല്ലാം ഡിഫറെൻ്റായി. അടിപൊളിയായിരുന്നു, പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല. ഞാൻ മാറ്റം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെ കേട്ടോ ഞാൻ വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണയാണെങ്കിൽ ഞാൻ പിന്നെ വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിക്കില്ലല്ലോ. എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നുള്ളൊരു മനസ്സിലാണ് ഞാൻ വീഡിയോ എന്തായാലും ചെയ്യാം, നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇവരുടെ സർവീസ് നമ്മൾ ഏത് പാർലറിൽ പോയാലും കിട്ടുന്നതിന് വെച്ചിട്ട് ഏറ്റവും ബെറ്റർ സർവീസായിരുന്നു. അതും എനിക്ക് ഒത്തിരി ഇഷ്ടമായൊരു കാര്യം കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഫൈനലായിട്ടുള്ളൊരു സ്റ്റെപ്പ് തന്നെ ആയിരുന്നു. എന്നിട്ട് ആ ചേച്ചി കാണിച്ചു തന്നു കേട്ടോ, ഏത് സെക്ഷൻ എടുത്താലും എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയൊക്കെ എനിക്ക് കാണിച്ചു തന്നു. ഫൈനൽ സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ മാസ്ക് ഊരിയിട്ട് അതിൻ്റെ ഫേസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടോ. നീ കണ്ടില്ലേ, ഒത്തിരി മാറ്റം എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ ഫേസിൽ. ഇനി നിങ്ങൾ പറയണം കേട്ടോ, നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടമായി. പിന്നെ പാലക്കാടുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി നോക്കുക കേട്ടോ, അടിപൊളിയാണ്. നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും അവിടുത്തെ സർവീസും കാര്യങ്ങളും എല്ലാം ഇഷ്ടമാവും. പിന്നെ ഞാൻ അവിടെ വെച്ച് 1-2 ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഗൂഗിൾ പേ വഴിയാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പേയ്മെൻ്റ് എല്ലാം സെറ്റിൽ ചെയ്ത ശേഷം ഞാൻ ഇറങ്ങി. എനിക്ക് കണ്ണൻ്റെ റിയാക്ഷൻ കാണാം കേട്ടോ. ഇത് അമ്മേടാ, ഇത് ഞാനാടാ, ഇത് ഞാനാടാ, ഇതെങ്ങനെയുണ്ട്? പൊന്നൂസിനോട് അമ്മയുടെ പറയുന്നുണ്ട്, പക്ഷെ അവൻ അമ്മ ആ വഴിക്ക് പോയി എന്നാണ് പറയുന്നത്. നല്ല രസമായിരുന്നു. കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് തന്നെയായിരുന്നു. വീട്ടിൽ പോയിട്ട് അമ്മയുടെ, അതായത് കണ്ണൻ്റെ അമ്മയുടെ റിയാക്ഷൻ കൂടി ഞാൻ ഇതിനൊപ്പം ഇടാം കേട്ടോ. മുടിയുണ്ട്, ചെവിയെ കാണും. നന്നായിട്ടില്ല മുടി. ഞാനേ ഒന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി, അടിപൊളിയായിട്ടുണ്ട്. ഇനി വാഷ് ഔട്ട് ചെയ്ത ശേഷം ഞാനിപ്പോൾ തല കുളിക്കാൻ പോവാം. അപ്പോൾ അതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് കൂടെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ സത്യത്തിൽ ഞാനും ബാക്കൊന്നും കണ്ടില്ല. പിന്നെ ഞാൻ നേരത്തെ കളർ ചെയ്ത ഭാഗങ്ങളാട്ടോ ഇതൊക്കെ. കണ്ടുവോ? ഇതാട്ടോ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഞാനൊരു ഹെയർ ബണ്ണ് ഇട്ടിട്ടുണ്ട്, ബണ്ണല്ല ഒരു ഹെയർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്.